അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്ത്രീകൾ പിശാചുക്കളാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു. അല്ല, സ്ത്രീകൾ റൈഹാൻ പൂക്കളാണെന്ന് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി. ഞാനീ പറയാൻ പോകുന്ന വിഷയം എല്ലാ സ്ത്രീകളെക്കുറിച്ചല്ല. മുസ്ലിമായി ഇസ്ലാമിനെ അംഗീകരിക്കുന്ന പരിശുദ്ധ ദീനിന് ഉൾക്കൊള്ളുന്ന നല്ല സ്ത്രീകളോടും അതേ മതത്തിലുള്ള തന്നെ വേണ്ടത്ര ഉൾക്കൊള്ളാത്ത സ്ത്രീകളോടുമാണ്. അല്ലാതെ മറ്റുള്ള എല്ലാവരും കൂടി ഇതിൻ്റെ പിന്നിൽ സൈക്കിൾ എടുത്ത് കൂടേണ്ടതില്ല. ഇന്നന്നിസാ ശയാത്തീനും ഖുലിഖ്ന ലനാ നഊദു ബില്ലാഹി മിൻ ശർരി ശയാത്തീനി. അലി റളിയല്ലാഹു അൻഹു പാടിയതാണത്. പഠിച്ചവനെ, സ്ത്രീകൾ ശൈത്താന്മാരാണ്, പിശാചുക്കളാണ്. ഖുലിഖ്ന ലനാ, ഞങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട. ഖുലിഖ്ത ലനാ, നീ ഞങ്ങൾക്ക് വേണ്ടിയാണ് അവരെ സൃഷ്ടിച്ചത്. ഒരു സ്ത്രീയെ സൃഷ്ടിക്കുന്നത് പുരുഷന് വേണ്ടിയാണ്, പുരുഷനെ സൃഷ്ടിക്കുന്നത് സ്ത്രീക്ക് വേണ്ടിയാണ്. അതിൻ്റെ കാരണങ്ങളൊക്കെ അറിയാലോ. ഇന്ന നിസാഅ ശയാത്തീനും ഖുലിഖ്ന ലനാ നഊദു ബില്ലാഹി മിൻ ശർരി ശയാത്തീനി. ശൈത്താന്മാരാകുന്ന പിശാചുക്കളാകുന്ന സ്ത്രീകളുടെ ശർറിനെ തൊട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ എന്ന് അലി റളിയല്ലാഹു അൻഹു പാടി. സത്യത്തിൽ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ചില സംസാരങ്ങളൊക്കെ അങ്ങും തമാശയും കാര്യങ്ങളൊക്കെ നടക്കും. ഇത് കേട്ടപ്പോൾ ഫാത്തിമ ബീവിക്ക് വല്ലാത്ത ദേഷ്യം പിടിച്ചു. ഫാത്തിമ ബി ഉടൻ പാടി, ഇന്നന്നിസാഅ റയാഹീനും ഖുലിഖ്ന ലക്കും ഫകുല്ലുക്കും തസ്തഹി ശമ്മർ റയാഹീനി. സ്ത്രീകൾ ശൈത്താന്മാരാ നിങ്ങൾ പാടിയല്ലേ? എന്നാൽ ഇന്നന്നിസാഅ റയാഹീനും, സ്ത്രീകൾ റൈഹാൻ പൂക്കളാണ്. ഖുലിഖ്ന, ഞങ്ങളെ സൃഷ്ടിച്ചേക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച റൈഹാൻ പൂക്കളാണ് സ്ത്രീകൾ. ഫകുല്ലുക്കും തസ്തഹി ശമ്മർ റയാഹീനി. എന്നിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ആ റൈഹാൻ പൂ മണക്കാൻ വേണ്ടിയിട്ട് വണ്ട് വരുന്നത് പോലെ ഞങ്ങളിലേക്ക് വരുന്നത് എന്ന് ഫാത്തിമ ബി പാടിയ സംഭവം. ഞാനിത് പറയണത് വളരെ ഗൗരവത്തോടു കൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. സ്ത്രീകൾ രണ്ടായിട്ടുണ്ട്, പിശാചുക്കളുണ്ട്, റൈഹാൻ പൂക്കളുണ്ട്. വഖൈറു മതാഇ ദുനിയ അൽ മർഅത്തു സ്വാലിഹ. സാലിഹായ പെണ്ണാണ് ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം. മറ്റെല്ലാവരെക്കാളും ഏറ്റവും നല്ലത് സാലിഹായൊരു പെണ്ണാണ്. അവൾ ഭംഗിയുള്ളവളാണ്. അവളാണ് സത്യത്തിൽ കുലീനത നിറഞ്ഞ പെണ്ണ്, സ്വാലിഹായ പെണ്ണ്. ആരാണ് സ്വാലിഹായ പെണ്ണ്? ഇദാ നുളിറ ഇലൈഹ സർറത്തുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, സ്വാലിഹായൊരു പെണ്ണിൻ്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഇദാ നുളിറ ഇലൈഹ സർറത്തുഹു, ഭർത്താവ് അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഭർത്താവിന് സന്തോഷം ഉണ്ടാവും. ഭർത്താവ് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ തൻ്റെ ഭാര്യൻ്റെ മുഖം കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം മനസ്സിന് വരിക. അതാണ് പെരുമാറ്റം. നല്ലത് കൊടുക്കുക, നല്ല സംസാരം, നല്ല സ്നേഹം, നല്ല പുഞ്ചിരി, ഇങ്ങനെ കൊടുത്ത് ഭർത്താവിനെ മാനസികമായി സന്തോഷിപ്പിക്കാൻ കഴിയുന്ന പെണ്ണാണ് സ്വാലിഹായ പെണ്ണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ പെണ്ണാണ് റൈഹാൻ പൂവെന്ന് പറയുന്നത്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭർത്താവിനെ വല്ലാതെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും സങ്കടങ്ങൾ പറയുകയും പ്രവാസിയായ ഭർത്താവിനെ വിളിച്ചിട്ട് ഒരുപാട് വേദനകൾ അനുഭവിക്കും. എപ്പോഴും ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പെണ്ണ്, ഭർത്താവിനെ അംഗീകരിക്കാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന പെണ്ണ്, ആഡംബരമായി ഭർത്താവല്ലാത്ത മറ്റുള്ളവരുടെ മുന്നിൽ ആഡംബരമായി ജീവിക്കുന്ന പെണ്ണ്, സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് വിലസുന്ന പെണ്ണുങ്ങൾ,
ഇതൊക്കെ സത്യത്തിൽ ശൈത്താന്മാരായെന്ന പിശാചുക്കളുടെ കൂടപ്പിറപ്പുകളാണ് എന്നാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത് റൈഹാൻ പൂക്കളായി മാറണം. അത് നമ്മുടെ നാട്ടിൻ്റെ ഭംഗിയാണ്. ഒരു സ്ത്രീയെ വിഷമിപ്പിച്ചാൽ ദുന്യാവിലെ മനുഷ്യനെയൊക്കെ വിഷമിപ്പിച്ചതിൻ്റെ കൂലിയുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. കൂലിയല്ല, ശിക്ഷയുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. വലിയ തെറ്റാണത്. കാരണം സ്ത്രീകൾക്ക് ഇസ്ലാമിൽ നല്ല സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഡാർക്ക് ഏജ്, വെയിൻ വാർ വുമൻ, ഇരുണ്ട യുഗത്തിൽ നിന്ന് സ്വന്തം കുഞ്ഞ് പെണ്ണാണെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ സത്യത്തിൻ്റെയും സൽവഴിയുടെയും അന്തസ്സിൻ്റെയും ഓജസ്സിൻ്റെയും തേജസ്സിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പരിഷ്കാരത്തിൻ്റെയും മതമാകുന്ന പരിശുദ്ധ ഇസ്ലാം കടന്നു വന്നതോടെ സ്ത്രീകൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യം വലുതാണ്. ഒരൊറ്റ പെൺകുഞ്ഞിനെയും കൊന്നു കളയാൻ പാടില്ലെന്ന് പ്രഖ്യാപിച്ചു ഇസ്ലാം. അവരെ കൈപിടിച്ച് രക്ഷപ്പെടുത്തി, അവരെ പോറ്റി വളർത്തി. മൻകുന്ന സലാസു ബനാത്തിൻ ദഖലൽ ജന്നാഉ കമാ ഖാല റസൂലുള്ള. 3 പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾ സ്വർഗത്തിലാണെന്ന് റസൂലുള്ള പ്രഖ്യാപിച്ചു. ഒരൊറ്റ പെൺകുട്ടിക്കും ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് മാത്രമല്ല, ആ സ്ത്രീയെ ഉപ്പയോട് നല്ല നിലയിൽ സംരക്ഷിച്ച മോളം സംരക്ഷിക്കണം, വേണ്ട വിദ്യാഭ്യാസം കൊടുക്കണം, മതം കൊടുക്കണം, എല്ലാം കൊടുത്ത കുഞ്ഞിനെ നല്ല നിലയിൽ വളർത്തിയെടുത്തിട്ട് അവസാനം ഭർത്താവിനെ ഏൽപ്പിച്ചു. ഭർത്താവിനോട് പറഞ്ഞു, നിൻ്റെ ഭാര്യയെ നീ നല്ല നിലയിൽ സംരക്ഷിക്കണം, അവളെ വിഷമിപ്പിക്കാൻ പാടില്ല, അവളെ ഹക്കടപാടുകളൊക്കെ നീ വീട്ടിൽ കൊടുക്കണം, അവർക്ക് എന്ത് വേണോ നിന്നെക്കൊണ്ടാകണം അത്രയും നീ അവരെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ ഏൽപ്പിച്ചു. ഭർത്താവിൽ നിന്ന് പിന്നെ ഏൽപ്പിച്ചത് മക്കളിലേക്കാണ്. മക്കളോട് പറഞ്ഞു, നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കടമപ്പെട്ട് നിൻ്റെ ഉമ്മയാണ്. കണ്ടോ, ഉപ്പയിൽ നിന്ന് ഭർത്താവിലേക്ക്, ഭർത്താവിൽ നിന്ന് മക്കളിലേക്ക്. ഇങ്ങനെ ഇസ്ലാം 100% സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കി കൊടുത്തിട്ട് ആ സംരക്ഷണമൊന്നും പോരാ, പുറത്തിറങ്ങിനെ വിലസണം, എന്തൊക്കെയോ കാട്ടിക്കൂട്ടണം, എന്തൊക്കെയോ പറയണം എന്നുള്ള ഒരു പ്രത്യേക സ്വാതന്ത്ര്യം, അപകടകരമായ സ്വാതന്ത്ര്യത്തെ പുൽകിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ സത്യത്തിൽ പൈശാചിക പ്രവണതയുള്ളവരാണ്. സൂക്ഷിക്കണം. നേരെ മറിച്ച് ഇസ്ലാമിക മൂല്യത്തിൽ നിന്നുകൊണ്ടുള്ള സ്വാതന്ത്ര്യം, എന്തൊക്കെ സ്വാതന്ത്ര്യമുണ്ട് അതൊക്കെ എടുക്കാം, പക്ഷേ ഇസ്ലാമിക മൂല്യത്തിൽ നിന്നുകൊണ്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന സ്ത്രീകൾ തീർച്ചയായിട്ടും അവർ റൈഹാൻ പൂക്കളാണ്. നമ്മുടെ സഹോദരിമാർക്കൊക്കെ നല്ല ചിന്തയും നല്ല പൂക്കളായി നമ്മുടെ നാട്ടിൻ്റെ ഐശ്വര്യമായി വീട്ടിൻ്റെ ഐശ്വര്യമായി വളരാൻ അവർക്ക് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അവരുടെ മക്കളിൽ നല്ല ഭാര്യ, നല്ല ഭർത്താവ്, അതിലുണ്ടാകുന്ന പ്രൊഡക്റ്റും നന്നായി തീരും. നല്ലതല്ലെങ്കിൽ പ്രൊഡക്റ്റ് കേടുവരും. അതുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.